ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് ഈവനിങ്ങിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ശർക്കരപ്പയറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് വീട്ടിൽ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്ത് നോക്കുക. കുട്ടികളുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്, നിങ്ങൾക്കും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു കപ്പോളം വൻപയർ സോക്ക് ചെയ്തതാണ്. 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് സോക്ക് ചെയ്യണം. അതിനുശേഷം അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഒരു വൻപയർ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 കപ്പോളം വെള്ളമാണ്. 1 കപ്പ് വൻപയറിലേക്ക് 1 കപ്പ് വൻപയർ സോക്കായി വരുമ്പോൾ അത് 2 കപ്പോളം ഉണ്ടാവും. അപ്പോൾ എനിക്ക് 2 കപ്പിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പം കുറച്ചധികം വേണ്ടി വരും. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് മാറ്റി വെച്ച ശേഷം നമുക്ക് ഒരു ബൗളെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് രാഗി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. ഇത് വാങ്ങാനാണെങ്കിലും ഒരുപാട് ക്യാഷ് ഒന്നും വേണ്ട. കുറച്ച് ക്യാഷ് കൊണ്ട് നമുക്ക് വലിയൊരു പാക്കറ്റിനെ മേടിക്കാൻ കിട്ടും. മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണിത്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിതിൽ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് പറയുന്നില്ല, അത് ഓരോരുത്തർക്കും അവരുടേതായ മെഷർമെൻറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രാഗി പൗഡറിലേക്ക് നമ്മൾ ചൂടുവെള്ളമൊന്നുമല്ല, സാധാ നോർമൽ ആയിട്ടുള്ള വെള്ളം തന്നെയാണ്, അത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ എല്ലതും നല്ലതുപോലെ തന്നെ ആ വെള്ളത്തിലൊന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് കുറച്ച് ലൂസും അല്ല എന്ന് വെച്ചിട്ട് നല്ലോണം തിക്കും അല്ലാത്തൊരു നോർമലായിട്ട് നമ്മുടെ ഈ ദോശമാവിനൊക്കെ ഉണ്ടാവുന്ന ബാറ്റർ അല്ല, നമ്മുടെ ഈ ഒരു ഓട്ടടക്കൊക്കെ നമ്മൾ തയ്യാറാക്കില്ല ഒരു ബാറ്റർ, ആ ഒരു ബാറ്ററിൻ്റെ പോലെയാണ് നമ്മുടെ ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. ലൂസായിട്ടുള്ളതല്ല എങ്കിലും നല്ല കട്ടിയായിട്ടുള്ളതല്ല, അതിന് മീഡിയം ഒരു ഇതിലുള്ളതാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് എനിക്ക് ആവശ്യം വന്നിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കപ്പോളം വെള്ളമാണ്. 3 കപ്പോളം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കിതിൽ 2.5 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. പലർക്കും പല മെഷർമെൻ്റ് ആവും. നിങ്ങൾ ഇതിലിങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കാം. മെഷർമെൻറ്റ് നോക്കരുത്. നിങ്ങൾക്ക് ആയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിർത്താം. ചിലവർക്ക് അത്ര വെള്ളമൊന്നും വേണ്ടി വരില്ല. ഇപ്പം നമ്മളിത് ഒട്ടും ലൂസല്ല എന്ന് വെച്ചിട്ട് ഓവറായിട്ട് തിക്കും അല്ലാത്തൊരു ടൈപ്പ് ബാറ്ററാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 കപ്പോളം അല്ലെങ്കിൽ ഒരു കപ്പോളം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോക്കനട്ടാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കപ്പ് യൂസ് ചെയ്താൽ മതി. കാരണം ഞാൻ കുറച്ച് അധികം തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ നേരെ പകുതിയാണ് എടുക്കേണ്ടത്. രാഗി ഞാൻ പറഞ്ഞ അതേ മെഷർമെൻറ്റിൽ എടുത്താൽ മതി. രാഗി ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട മെഷർമെൻറ്റ് കറക്റ്റ് ഞാൻ രാഗി കാണിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്താൽ മതി. നിങ്ങൾക്ക് മെഷർമെൻറ്റ് കൂട്ടും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ എല്ലാത്തിൻ്റെ മെഷർമെൻറ്റ് അതേപോലെ തന്നെ നമ്മൾ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഒരു പയർ എത്ര സമയമാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മളിത് 2-3 വിസിൽ വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. അത് കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജഗരി സിറപ്പാണ്, അതായത് ശർക്കര മെൽറ്റ് ചെയ്തതാണ്. ഒരു 4-5 ക്യൂബ് ശർക്കരയിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് 3 ഗ്ലാസ്സൊക്കെ വെള്ളം ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ലൂസാക്കി മെൽറ്റ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് തിക്കാക്കിയിട്ട് വേണം നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്യുമ്പോൾ. അതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മുടെ രാഗി മിക്സറാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മുടെ രാഗി മിക്സർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിതിലേക്ക് വേറെ ഒന്നും ഇനി ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇത് തിക്കാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നല്ല തിക്കായിട്ടില്ലല്ലോ, ഇപ്പോൾ ലൂസാണല്ലോ എന്ന്. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടല്ലോ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിപ്പുള്ളത്. അപ്പോൾ ഈ ഒരു രാഗി നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു രാഗി ചൂടാവുന്നതിനനുസരിച്ച് ഇതിങ്ങനെ തിക്കായിട്ട് വരും. അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചേർക്കാതെ തന്നെ ഇത് നല്ലോണം തിക്കാവും. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ രാഗി പെട്ടെന്ന് തിക്കായി വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തുകൊണ്ട് എനിക്ക് കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കുള്ളൂ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഞാനിപ്പോൾ കുറച്ച് അധികം എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇത്രയ്ക്ക് എടുക്കുന്നത്. ഇപ്പോൾ ഒരു മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ രാഗി നല്ലോണം തിക്കായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ചിലപ്പം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടും തിക്കായിട്ട് കിട്ടും. എനിക്കിപ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 1 മിനിറ്റ് ആയപ്പോൾ തന്നെ ഇത്രയും തിക്കായിട്ടുണ്ട്. ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുക്കണ്ട, ഇത്ര നിങ്ങൾ എടുക്കണ്ട. ഞാൻ പറഞ്ഞ പോലെ നേരെ പകുതി മെഷർമെൻറ്റിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടും. പിന്നെ അതുമല്ല ഇത് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ്, ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. ഇത് ഈസിയാണ്, അതുപോലെ തന്നെ നല്ലോണം ഹെൽത്തിയാണ്, എല്ലാവർക്കും ഹെൽത്തിയാണിത്.
നിങ്ങളിത് എന്തായാലും നിങ്ങളുടെ കുട്ടികൾക്കൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടിയാണ്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അത് നമ്മൾ ഏലക്കയുടെ ഒരു നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലേവറും വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആവും. ഇപ്പോൾ ഇത് നല്ലോണം തിക്കായിട്ടുണ്ട്. ഇനി നമ്മളിത് തിക്കായതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് ഫ്ലെയിം ഓഫ് ആക്കരുത്. ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം സെർവ് ചെയ്യാം. നല്ലോണം ചൂടാറിയിട്ട് നമ്മൾ സെർവ് ചെയ്ത് കഴിക്കുമ്പോൾ ഇത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ചെറിയ ചൂടിൽ വേണം നമ്മളിത് കഴിക്കാനായിട്ട്. നമുക്ക് കഴിക്കാൻ പറ്റിയ ചൂടിൽ വേണം നമ്മളിത് കഴിക്കാനായിട്ട്. ഇത് നമുക്ക് ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ കൂടുതലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. ഞങ്ങളിവിടെ വീട്ടിൽ സാധാരണ വൈകുന്നേരം എന്തെങ്കിലും പൊരിക്കടിക്കൊക്കെ പകരം ഇതാണ് കൂടുതലും കഴിക്കാറുള്ളത്. നല്ല ഹെൽത്തിയാണ്, എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണിത്. ഇപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.